നിങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നു. ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയിക്കാനാണ്. ഞങ്ങള് കൂടെയുണ്ട്, കേരളം നിങ്ങൾക്ക് ഒപ്പമാണ് എന്ന ആശ്വാസ ചിന്തയാണ് നിങ്ങളെ ആത്മവിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? വഖഫ് എന്ന് പറയുന്ന ഒരു അധിനിവേശ നിയമത്തെ കേരള സമൂഹത്തിന്റെ പൊതുവേദിയില് ചർച്ചയാകുന്നതിന് നിങ്ങളുടെ ഈ സമരപന്തലാണ് സഹായകമായി തീർന്നത് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചയായി മുനമ്പം പ്രദേശവും അതിന്റെ അടിസ്ഥാന കാരണമായ വഖഫും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു മാസത്തിലധികമായി നിങ്ങൾ ഇവിടെ നടത്തിവരുന്ന ഈ സമരമാണ്. അതുകൊണ്ടാണ് കേരള സമൂഹം മുനമ്പത്തെ ജനസമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് വിഷയമാകുമായിരുന്നില്ല. ഇത് അപകടകരമായ ഒരു നിയമമാണ് എന്ന് ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ലളിതമായ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പലരും പറയുന്നത് പോലെ പെട്ടെന്ന് പരിഹാരമുണ്ടാകാൻ ഇടയുള്ള ഒരു വിഷയമായി ഞാൻ ഇതിനെ കരുതുന്നില്ല. കാരണം അത്ര സങ്കീർണമാണ് ഈ വഖഫ് വിഷയം. അത് സങ്കീർണമായി തീരുന്നത് എന്ത് കാരണത്താലാണ്? ഈ വഖഫ് നിയമത്തില് മതമുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വൈകാരികതയുണ്ട്. രണ്ടാമത്, ഈ വഖഫ് വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികൾ വഖഫിന്റെ പക്ഷത്ത് നിൽക്കണമോ, അതിന്റെ ഇരയായി തീരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കണമോ? ഇതാണ് ഗൗരവതരമായ ചോദ്യം. മൂന്നാമത്, ഇത് സങ്കീർണമാണെന്ന് പറയാനുള്ള കാരണമായി ഓർമ്മിക്കേണ്ടത് ഇതില് വലിയ സാമ്പത്തിക കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വഖഫിന്റേതായി 9.5 ലക്ഷം ഏക്കർ സ്ഥലമാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് കണക്ക്. 9.5 ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ 9.5 ലക്ഷം ഏക്കർ സ്ഥലം 32 വഖഫ് ബോർഡുകളുടെ കീഴിലാണ്. അതിന്റെ വില നിശ്ചയിച്ചാൽ 1,25,000 കോടി 1,25,000 കോടി രൂപയുടെ ആസ്തിയാണ് വഖഫിന്റേതായിട്ടുള്ളത്. ഇക്കാരണങ്ങളാലാണ്
ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാരുകൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം ഈ വിഷയത്തിൽ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താണ് ഈ വഖഫ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങള്, സാമൂഹിക മാധ്യമങ്ങള് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങള് അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകുന്ന സ്വത്താണ്. അത് ഭൂമിയാകാം, കെട്ടിടങ്ങളാകാം, മറ്റ് ആസ്തികളാകാം. ഈ വഖഫ് എന്നാണ് ആരംഭിക്കുന്നത്? ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും. വഖഫ് ആരംഭിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റ് ഭരണം ആരംഭിച്ചപ്പോൾ തന്നെയാണ്. അതിന്റെ കാലമേതാണ്? AD 1200 മുതൽ 1500 വരെയുള്ള കാലത്താണ് ഡൽഹിയില് സുൽത്താൻ ഭരണമുണ്ടായത്. അന്നു മുതലേ വഖഫുണ്ട്. പക്ഷെ അതിന് നിയമസാധുതയില്ല. നിയമസാധുതയിലേക്ക് വരുന്നത് ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് 1923 47 ഭാരതം സ്വതന്ത്രമായി. 54 ഇന്ത്യൻ പാർലമെന്റിൽ വഖഫിന് നിയമസാധുത നൽകി. എന്ന് പറഞ്ഞാൽ വഖഫ് നിയമം ഭരണഘടനാപരമായി സാധുതയുള്ളതാക്കി പാർലമെന്റ് മാറ്റി. അങ്ങനെ മുതല് മതങ്ങൾക്ക് സൂക്ഷിക്കാമോ? യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയില് 2 അനുച്ഛേദങ്ങളാണ് മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയുള്ളത്. ഒന്നാമത്തേത് 25ാമത്തെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദമാണ്. അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏത് ഒരു മനുഷ്യനും ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പ്രൊഫസ് എന്നാണ് പറയുക. റൈറ്റ് ടു പ്രൊഫസ്. രണ്ടാമത് പറയുന്നത് ആ മതത്തിന്റെ തത്വമനുസരിച്ച് ജീവിക്കാം. റൈറ്റ് ടു പ്രാക്ടീസ്. മൂന്നാമത് പറയുന്നു ആ മതത്തിന്റെ തണലിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാം, മതപ്രചരണം നടത്താം. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്. ഇത് എല്ലാ മതങ്ങൾക്കും ഭരണഘടനാ ദത്തമായി ലഭിച്ചിട്ടുള്ള അവകാശമാണ്. 26ാമത്തെ ആർട്ടിക്കിളില് കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മതങ്ങൾക്ക് സ്ഥാവര ജംഗമ വസ്തുക്കൾ സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിക്കാവുന്ന സ്ഥാവര ജംഗമ വസ്തുവാണ് വഖഫ്. അതുകൊണ്ടത് നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ നമുക്കാവുകയില്ല. നിയമസാധുത നൽകിയത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം റദ്ദ് ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അത് ഭേദഗതി ചെയ്യാനുള്ള അവകാശവും അധികാരവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. ഇതിന്റെ ചരിത്രം ഞാൻ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല. 1975 കാലഘട്ടമായപ്പോഴേക്കും വഖഫ് നിയമത്തിന് തന്നെ
3-4 ഭേദഗതികൾ ഉണ്ടായി. ഈ ഭേദഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ കരുതുക, ഒരു നിയമം പൊതുസമൂഹത്തിന് വിരുദ്ധമാകാതിരിക്കാൻ വേണ്ടി അതിനെ നിയന്ത്രിക്കാനാണ് ഭേദഗതി എന്നാണ്. എന്നാൽ വഖഫിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഭേദഗതികളിലൂടെ വഖഫ് നിയമത്തെ കൂടുതൽ ബലവത്താക്കുകയാണ് ചെയ്തത്. വഖഫിന് സംരക്ഷണം നൽകാനാണ് കാലാകാലങ്ങളിൽ സർക്കാരുകള് ഭേദഗതികളെ കൊണ്ടുവന്നത്. 2013 വീണ്ടും ഭേദഗതി ഉണ്ടായി. ഈ ഭേദഗതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് വഖഫ് വളർന്നത്, ഭൂമി പെരുകിയത്. അധിനിവേശ നിയമമായി വഖഫ് മാറാൻ തുടങ്ങിയത്. ഇങ്ങനെ ഭേദഗതി ചെയ്ത് ഭൂമിയുടെ വലിപ്പം കൂട്ടി സമുദായ പ്രീണനം നടത്തി എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അനുകൂലമായി രാഷ്ട്രീയ നേതൃത്വം അവരെ സഹായിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ്. അത് രാഷ്ട്രീയക്കാര് എല്ലാ കാലങ്ങളിലും ചെയ്യും. അവരെ നമുക്ക് തടയാനാവുകയില്ല. പക്ഷേ ഓർമ്മപ്പെടുത്താൻ കഴിയും, ഒരു സമുദായത്തെ സഹായിക്കുമ്പോൾ മറ്റു സമുദായങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് 2024 കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമത്തിന് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഞാന് വിശദമായിട്ടല്ലെങ്കിലും ചുരുക്കമായി വഖഫിന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ബില്ലിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സംസ്ഥാന സർക്കാരിന് വോട്ട് ലക്ഷ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് വഖഫിന് നിയന്ത്രണം ഏർപ്പെടുത്തുക സാധ്യമല്ല. അവർക്ക് സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് വഖഫിന്റെ അധിനിവേശ ശ്രമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി BJP സർക്കാർ കൊണ്ടുവന്ന ആ നിയമ ഭേദഗതിയെ കേരളത്തിലെ 140 MLA-മാരും ഒരു മനസ്സോടെ എതിർക്കുകയാണ് ചെയ്തത്. ഭേദഗതി നടപ്പിലാകാതിരിക്കാൻ വേണ്ടി കേരള നിയമസഭ ഒരാൾ പോലും മാറി നിൽക്കാതെ പ്രമേയം പാസാക്കുകയാണ്. എന്തിനെതിരെ? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന് എതിരെ, അല്ലെങ്കിൽ ബില്ലിന് എതിരെ. സ്വാഭാവികമായും ഒരു സർക്കാർ നിലവിലുള്ള ഒരു നിയമത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, എല്ലായിടങ്ങളിൽ നിന്നും എതിർപ്പുണ്ടാകും. അതിന്റെ ഫലമായിട്ടാണ് ഈ ബില്ല് കൂടുതൽ പഠനത്തിന് വേണ്ടി JPC-ക്ക് വിട്ടത്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത്. അത് വളരെ കാലത്തിന് ശേഷമാണ് റിപ്പോർട്ട് വരിക. ഏതായാലും പ്രശ്ന പരിഹാരത്തിന് സഹായകമായ ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ നിയമ ഭേദഗതിയെ അതേപടി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അതിലെ പല കാര്യങ്ങളും നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് താനും. 40ഓളം ഭേദഗതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 2-3 എണ്ണം മാത്രം സൂചിപ്പിക്കാം.
ഒന്നാമത്തേത്, ഇനി മുതൽ വഖഫ് സ്ഥാപിക്കുന്നതിന്, അതായത് വഖഫായിട്ട് സ്ഥാവര ജംഗമ വസ്തുക്കള് സംഭാവന നൽകുന്നതിനെ പറയുന്ന സാങ്കേതിക പേര് വഖഫ് സ്ഥാപിക്കുക എന്നാണ്. വഖഫ് സ്ഥാപിക്കുന്നതിന് ഇനി മുതല് വഖഫ് സ്ഥാപിക്കുന്നയാള് 5 വർഷമെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളോട് ചേർന്ന് ജീവിക്കുന്നയാളാകണം. ഇതുവരെയുള്ള നിയമത്തിൽ അത് വേണ്ട. മുസ്ലിം ആകേണ്ട, ആർക്ക് വേണമെങ്കിലും വഖഫ് സ്ഥാപിക്കാം. അത് സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയന്ത്രണമാണ്. രണ്ടാമത്തേത്, ഈ വഖഫ് മുതല് മുഴുവൻ നിയന്ത്രിക്കാനും അതിന്റെ കാര്യനിർവഹണം നടത്താനും വഖഫ് ബോർഡുകളാണുള്ളത്. അതുപോലെ തന്നെ വഖഫ് ബോർഡുകളുടെ മേൽനോട്ടം വഹിക്കാൻ കേന്ദ്ര വഖഫ് കൗൺസിലുണ്ട്. ഇത് രണ്ടിന്റെയും ഘടനയില് ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഘടനയിലെ മാറ്റം എന്താണ്? പുതിയ ഭേദഗതിയിൽ പറയുന്നു, മുസ്ലിങ്ങളല്ലാത്ത 2 പേര് ഈ സമിതികളിൽ ഉണ്ടാകണം. നേരത്തെ മുസ്ലിങ്ങൾ മാത്രമേ ഈ സമിതിയിൽ അംഗമാവുകയുള്ളൂ. ഭേദഗതി നടപ്പിലായാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഇതില് അംഗത്വമുണ്ടാകും. എന്റെ സമുദായത്തിന് വേണ്ടി എന്റെ സമുദായത്തിലെ അംഗങ്ങൾ മാത്രം ഒരുമിച്ചിരുന്ന് നിയമനിർമ്മാണം നടത്തിയാൽ അതിന് പരിമിതി ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾ കൂടി അതില് വേണമെന്ന് പറയുന്നത്. മറ്റൊന്ന്, നേരത്തെ കണ്ണഞ്ചേരി അച്ഛന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കേട്ടല്ലോ, അതായത് നിലവിലുണ്ടായിരുന്ന വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് ഈ ഭേദഗതി റദ്ദ് ചെയ്യുകയാണ്.